എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കാൻ പോകുന്ന ചിത്രം ഇതാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെയുള്ള സ്റ്റാർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ലൈൻ വരയ്ക്കുന്നത്. ഇതേപോലെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് ഉപയോഗിക്കാം. ഞാൻ കുറച്ച് വലിയ ലെങ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. പഞ്ചഭുജത്തിന് 5 വശങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ 360/5 കാണണം. 72 ഡിഗ്രിയാണ് ഒരു ആംഗിളിന് നമുക്ക് ലഭിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രൊട്ടക്ടറാണ്. വളരെ കൃത്യമായിട്ട് പ്രൊട്ടക്ടർ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വലത് നിന്ന് ഇടത് വശത്തേക്കാണ് ആംഗിൾ ഫസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 72 ഡിഗ്രിയിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. ആദ്യത്തെ ആംഗിൾ വരച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? പ്രൊട്ടക്ടർ നമ്മൾ ഇപ്പോൾ വരച്ച ലൈനിൽ നിന്ന് വീണ്ടും ഒരു 72 ഡിഗ്രി ആംഗിൾ കണ്ടെത്തി ഒരു ലൈൻ വരയ്ക്കണം. ഓരോ ആംഗിളുകൾ വരയ്ക്കുമ്പോഴും ലൈൻ വളരെ കൃത്യമായിട്ട് സെന്ററിലേക്ക് തന്നെ വരാൻ ശ്രദ്ധിക്കുക. 2 ആംഗിളുകൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. അടുത്ത ആംഗിൾ കൂടി വരയ്ക്കാം. വരയ്ക്കുന്ന പെൻസിൽ വളരെ ഷാർപ്പായിട്ട് വെച്ച് കഴിഞ്ഞാൽ 72 ഡിഗ്രി പോയിന്റ് വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി ലൈൻ വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇതേപോലെ തന്നെ അടുത്ത ഒരു ആംഗിൾ കൂടെ വരയ്ക്കണം. 72 ഡിഗ്രിയിൽ 4 ആംഗിളുകൾ കണ്ടെത്തിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഭാഗം നമ്മൾ വീണ്ടും അളന്ന് നോക്കേണ്ടതില്ല. അത് 72 ഡിഗ്രി തന്നെ ആയിരിക്കും. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഓരോ രേഖയ്ക്കും കൃത്യമായ അളവുകളല്ല ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ നമ്മൾ സ്കെയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കോമ്പസ് ഉപയോഗിക്കുക. കോമ്പസ് ഉപയോഗിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള ലെങ്ത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ 4 സെന്റിമീറ്റർ നമ്മൾ അളന്നെടുത്തതിന് ശേഷം ഓരോ ലൈൻസിലും എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തുക. കുട്ടികൾക്ക് സ്കെയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. കോമ്പസ് ആണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് സ്കെയിൽ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് വരയ്ക്കുക. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു പഞ്ചഭുജം നമുക്ക് ലഭിക്കും. ചിത്രത്തിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് കളയണം. അടുത്തതായി 2 കോർണറുകളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കണം. യോജിപ്പിക്കുന്ന കോർണറുകൾ തമ്മിൽ മാറിപ്പോകരുത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കോർണർ 1 ആണെന്നിരിക്കട്ടെ. രണ്ടാമത്തെ കോർണർ ഒഴിവാക്കിക്കൊണ്ട് മൂന്നാമത്തെ കോർണറിലേക്കാണ് രേഖ വരയ്ക്കേണ്ടത്. 3ൽ നിന്ന് 4 ഒഴിവാക്കി 5ലേക്ക് വരയ്ക്കുക. പിന്നീട് 5ൽ നിന്ന് 1 ഒഴിവാക്കി 2ലേക്ക് വരയ്ക്കുക. പിന്നീട് എന്താണ്? 2ൽ നിന്ന് 3 ഒഴിവാക്കി 4ലേക്ക് വരയ്ക്കുക. 4ൽ നിന്ന് വീണ്ടും ഒന്നാമത്തെ കോർണറിലേക്ക് വരയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം പൂർത്തിയാവുന്നതാണ്. പിന്നീട് ടെസ്റ്റിൽ കാണുന്നത് പോലെ തന്നെയുള്ള നിറങ്ങൾ കൊടുത്ത് ഭംഗിയാക്കാം. അടുത്തായിട്ട് വരയ്ക്കാൻ പോകുന്നത് വൃത്തത്തിനുള്ളിൽ 2 സ്റ്റാറുകളാണ്. മുൻപ് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ ഒരു രേഖ വരയ്ക്കുക. ഇതേപോലെ വരച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെയുള്ള സ്റ്റാർ ഉള്ളിൽ വരയ്ക്കുകയും കഴിയും. പിന്നീട് എന്താണ് ഞാൻ ചെയ്യുന്നത്? ഒരു കോമ്പസ് ഉപയോഗിച്ച് ഒരു വൃത്തം വരയ്ക്കുകയാണ്. നിങ്ങൾ വരച്ചിരിക്കുന്ന രേഖ റേഡിയസ് ആയിട്ട് എടുത്തുകൊണ്ട് വേണം വൃത്തം വരയ്ക്കാൻ. അടുത്തായിട്ട് യൂസ് ചെയ്യേണ്ടത് പ്രൊട്ടക്ടറാണ്. 72 ഡിഗ്രി ആംഗിളിൽ ഒരു റേഡിയസ് വരയ്ക്കുക. മുൻപ് ചെയ്തതുപോലെ തന്നെ ഈ റേഡിയസിനെ ബേസ് ലൈനായിട്ട് കണ്ടുകൊണ്ട് അവിടുത്തെ 72 ഡിഗ്രി ആംഗിൾ അടയാളപ്പെടുത്തി വീണ്ടും ഒരു റേഡിയസ് വരയ്ക്കാം. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 2 ആംഗിളുകളാണ്. 2 ആംഗിളുകൾ കൂടെ ഇനിയും വരക്കാനുണ്ട്. അപ്പോഴെന്താണ്? ഇതേ മെത്തേഡ് തന്നെ നമ്മൾ സ്വീകരിക്കുക. അടുത്ത ഒരു ആംഗിൾ കൂടെ വരയ്ക്കാം. അടുത്തതായിട്ട് വൃത്തത്തിനുള്ള ഒരു സ്റ്റാർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. എന്താണ് ചെയ്യുന്നത്? മുകളിൽ നിന്ന് ഒരു റേഡിയസ് ഒഴിവാക്കിയതിനു ശേഷം അതിന്റെ തൊട്ടടുത്ത റേഡിയസിലേക്ക് വരയ്ക്കുകയാണ്. അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത റേഡിയസ് ഒഴിവാക്കിയിട്ട് എന്താണ്? അടുത്ത റേഡിയസിലേക്ക് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. ഇതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. വൃത്തത്തിലെ എല്ലാ പോയിന്റുകളെയും തമ്മിൽ യോജിപ്പിക്കേണ്ടതുണ്ട്. സ്റ്റാർ റെഡിയായി കഴിഞ്ഞു. ഇനി എന്താണ്? ആദ്യം വരച്ച റേഡിയസുകൾ, അതായത് ആംഗിളുകൾ ഉപയോഗിച്ച് വരച്ചത് നമുക്കിനി ആവശ്യമില്ല. അതെന്ത് ചെയ്യണം? ഇറേസ് ചെയ്ത് കളയണം. ആദ്യത്തെ സ്റ്റാർ വരച്ചു കഴിഞ്ഞു. ഇനി സ്റ്റാറിനുള്ളിൽ മറ്റൊരു സ്റ്റാർ വരയ്ക്കാനുണ്ട് അല്ലെ? എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഇൻഡു കാണിക്കുന്ന കോർണർ ഒഴിവാക്കിക്കൊണ്ട് തൊട്ടടുത്ത പോയിന്റിലേക്കാണ് വരയ്ക്കേണ്ടത്. ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്താൽ അടുത്ത സ്റ്റാർ നമുക്ക് വളരെ മനോഹരമായിട്ട് വരയ്ക്കുവാൻ കഴിയും. അടുത്ത സ്റ്റാർ കൂടെ റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് ഇറേസ് ചെയ്യാനുണ്ട്. ഈ ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് കളയുക. ടെസ്റ്റിൽ ഇതുപോലെ തന്നെ ചിത്രത്തിന് മനോഹരമായ വർണ്ണങ്ങൾ കൊടുക്കാം. ഈ 2 ചിത്രങ്ങളാണ് അടുത്തായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇതേപോലെയുള്ള ഒരു ലൈനാണ് ഞാൻ ആദ്യമായിട്ട് വരക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മെഷർമെന്റ് ഇതിന് ഞാൻ കൊടുക്കുന്നില്ല. പിന്നീട് ഏകദേശം ഒരു സെന്റർ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എത്ര ഡിഗ്രിയാണ് ഇനി വരയ്ക്കേണ്ടതെന്ന് കണ്ടുപിടിക്കണം. അതിന് 360യെ 8 കൊണ്ടാണ് നമ്മൾ ഹരിച്ചു നോക്കേണ്ടത്. അപ്പോൾ കിട്ടുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ആംഗിൾ എത്രയായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. അടുത്തായി ഒരു പ്രൊട്രാക്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ വളരെ കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗവുമായിട്ട് യോജിക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ആദ്യം എന്ത് ചെയ്യുക? ഇതിൻ്റെ 90 ഡിഗ്രിയിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഈ 90 ഡിഗ്രീൻ്റെ 2 വശത്തുമായിട്ട് എന്ത് ചെയ്യണം?
45 ഡിഗ്രി പോയിന്റിൽ വീണ്ടും ഓരോ പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ഇതേപോലെയുള്ള ഒരു ഫിഗറാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു സ്കെയിൽ ഉപയോഗിച്ച് 90 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ നിന്ന് ആദ്യത്തെ രേഖയിലെ സെന്റർ പോയിന്റിലൂടെ കൃത്യമായി കടന്നു പോകുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക. 45 ഡിഗ്രി ആംഗിളിൽ അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്ന് മറ്റൊരു ലൈൻ വരയ്ക്കുക. അടുത്ത ഒരു 45 ഡിഗ്രി കൂടെ ബാക്കിയുണ്ട്. അതിനെ കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സെന്ററിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കാം. തുടക്കത്തിൽ പറഞ്ഞാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഒരു ലൈനിന് പോലും എന്താണ് കൃത്യമായിട്ടുള്ള ഒരു അളവ് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിശ്ചിത സെന്റിമീറ്ററിൽ ഫസ്റ്റ് ലൈൻ വരച്ചതിന് ശേഷം സപ്പോസ് 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനാണ് വരയ്ക്കുന്നതെങ്കിൽ 4 സെന്റിമീറ്റർ മിഡിൽ അടയാളപ്പെടുത്തുക. അതിനുശേഷം 90 ഡിഗ്രിയിൽ ഒരു രേഖ വരയ്ക്കുമ്പോൾ രണ്ട് സൈഡിലുമായിട്ട് 4 സെന്റിമീറ്റർ വരത്തക്ക രീതിയിൽ ലൈനുകൾ വരയ്ക്കുക. അതേപോലെ തന്നെ 45 ഡിഗ്രിയിലും നിങ്ങൾക്ക് രണ്ട് സൈഡിലുമായിട്ട് വരയ്ക്കാം. ഞാനിവിടെ ചെയ്യുന്നത് നിശ്ചിത അളവിൽ അല്ലാതെ വരച്ചതിന് ശേഷം ഒരു കോമ്പസ് ഉപയോഗിച്ച് അതിനൊരു റേഡിയസ് കറക്റ്റാക്കി കൊണ്ടുവന്ന് ആ റേഡിയസിൽ നിന്ന് എന്തെയാണ് വരച്ചിരിക്കുന്ന ലൈനുകളുടെ മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് വരയ്ക്കേണ്ടത്. വരയ്ക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് കളയാം. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. മുകളിൽ നിന്ന് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ ഉപയോഗിച്ച് താഴത്തേക്ക് ലൈൻ വരയ്ക്കുക. അതേപോലെ തന്നെ ഇതിന്റെ വലത് സൈഡിൽ നിന്നും വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ താഴത്തേക്ക് വരയ്ക്കാം. അടുത്തതായിട്ട് ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് ഇതേപോലെ രണ്ട് പോയിന്റുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ലൈനുകൾ വരയ്ക്കുക. നമ്മുടെ പിക്ചർ റെഡിയായി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ കളറുകൾ കൊടുക്കാം. അടുത്ത ചിത്രം വരക്കുവാൻ വേണ്ടി ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നീട് ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ഭാഗത്തിന്റെ ലെങ്ത് അളക്കുക. എനിക്ക് ലഭിക്കുന്നത് 4 സെന്റിമീറ്റർ ആണ്. പിന്നീട് മുകളിൽ നിന്ന് താഴത്തേക്ക് വരച്ചിരിക്കുന്ന ഈ രണ്ട് രേഖകളിലും 4 സെന്റിമീറ്റർ വീതം അടയാളപ്പെടുത്തുക. എനിക്ക് മെഷർമെന്റ് ചെയ്തപ്പോൾ കിട്ടിയത് 4 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് ഞാൻ 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയത്. ഈ രണ്ട് പോയിന്റുകളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇതേ രീതിയിൽ മറ്റൊരു ലൈൻ കൂടെ വരയ്ക്കാം. ഈ ഒരു ലൈൻ കൂടെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം ടെസ്റ്റിൽ കാണുന്നത് പോലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ചെറിയ രണ്ട് ലൈനുകൾ ഇറേസ് ചെയ്ത് കളയേണ്ടി വരും. പിന്നീട് ടെസ്റ്റിൽ കാണുന്നത് പോലെ തന്നെ നിറങ്ങൾ കൊടുത്ത് ഭംഗിയാക്കാം.